സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനോഹരമായ ഒരു ഉദ്ഘാടന പ്രസംഗം കേട്ടുകഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പ്രസംഗിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് അവസാനിപ്പിക്കാം. അഭിപ്രായം ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങളിലെ ആളുകളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് 3 മണ്ഡലങ്ങളിലെ MLA-മാരെയും MP-യെയും ക്ഷണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 മണ്ഡലങ്ങളിൽ കൂട്ടമായിരുന്നു എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കൂടി കിട്ടിയിരുന്ന കാസർഗോഡിൻ്റെ ഒറിജിനൽ സംഘവുമാകുമായിരുന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തുളുനാടൻ സംഘവുമാണ്. പിന്നെ എന്നെ വിളിച്ചവർക്ക് ഉറപ്പായി മഞ്ചേശ്വരം ഉദുമ MLA എന്ന നിലയിലാണ് വിളിച്ചത്. പക്ഷേ ഞാൻ പങ്കെടുക്കുന്നത് ഉദുമ MLA ആയിട്ടല്ല, മഞ്ചേശ്വരത്തെ XMLA ആയിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മഞ്ചേശ്വരം അല്ല, ഉദുമക്കാർ ആരെയും കാണുന്നില്ല. മഞ്ചേശ്വരക്കാരും കാസർഗോഡുകാരും ഇഷ്ടംപോലെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഏതായാലും അവിടെ ഞാൻ ഉദുമയേക്കാൾ ഉദുമ MLA ആയതുകൊണ്ട് ഞാൻ ഉദുവിനെ കുറ്റപ്പെടാൻ പാടില്ലല്ലോ. പക്ഷെ ഒരേരുണ്ട്, ഉദുമയേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് മഞ്ചേശ്വരത്തെയാണ്. മഞ്ചേശ്വരമാണ് എന്നെ കൈപിടിച്ച് ഉയർത്തിയത്. ഇവിടെ MP പിന്നെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കൊല്ലത്തുനിന്ന് വന്ന് കാസർഗോഡുകാർ അദ്ദേഹത്തെ വിശ്വോത്തരമാക്കി. അതുപോലെ തന്നെ ഒന്നുമല്ലാതിരുന്ന ഞാൻ കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് പോയി മത്സരിച്ച് ജയിച്ചപ്പോഴാണ് എന്നെ അറിയപ്പെട്ടത്. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് ഞാൻ പരമാവധി ചെയ്തു. മഞ്ചേശ്വരത്ത് പിന്നീട് ഞാൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നല്ല വിജയത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, അത് രാഷ്ട്രീയമാണ്. അത് വേറെ കാര്യം, അതറിഞ്ഞു പോകട്ടെ. ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന 2 ഖാലിദുമാരുണ്ട്. ഒരു ഖാലിദ് ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നത് ഖാലിദ് ബോംബെയിൽ വന്നപ്പോൾ വലിയ വ്യവസായിയായി. ഖാലിദ് കാസർഗോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ നേതാവാകുമായിരുന്നു, MLA-യും ആകുമായിരുന്നു. അപ്പോൾ ഖാലിദ് അത് നഷ്ടപ്പെടുത്തുകയാണ് അല്ലേ. എന്നെ ചാൻസ് പോകുമായിരുന്നു. ഖാലിദ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു വരാൻ ഞാൻ SFI, ഖാലിദ് MSF, നല്ല ലീഡറായിരുന്നു ഖാലിദ്. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഖാലിദിന് വ്യവസായവും വാണിജ്യവും ഒക്കെ വന്നപ്പോൾ മഹാനഗരത്തിലേക്ക് വരേണ്ടി വന്നു. അവിടെ ഖാലിദിന് കാസർഗോഡ് കഴിഞ്ഞില്ല. ഖാലിദ് മഞ്ചേശ്വരക്കാരനാണ്, നന്നായിട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, വലിയ വ്യവസായിയും അറിയപ്പെടുന്ന ആളുമാണ്. എന്നാൽ ഞാൻ ആളുകളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ബോംബെയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കാസർഗോഡുകാരോടും മഞ്ചേശ്വരക്കാരോടും ഉദുമക്കാരോടും ഒക്കെ നല്ല സ്നേഹമുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിച്ചു. അത് വളരെ നന്നായി. നിങ്ങളെല്ലാം ഒന്ന് കാണാനും. ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ നല്ല സ്കിപ്പ് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഖാലിദിനെ വിട്ടില്ല. ഖാലിദിൻ്റെ മെസ്സേജാണ് ഞാൻ 2ാമത് തീരുമാനിച്ചത്. ഞാൻ മെസ്സേജ് വായിച്ചു. ഖാലിദ് പറഞ്ഞ് എന്തായാലും വരണം. അപ്പോൾ ഞാനൊരു ഇത് ഞാൻ ബാംഗ്ലൂർ പോകാൻ നിശ്ചയിച്ചൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പറയാൻ കാരണം. ബാംഗ്ലൂരോട് അത് നഷ്ടപ്പെട്ടു. കാരണം അടുത്ത ആഴ്ച അസംബ്ലി തുറന്നുകൊണ്ട് ബാംഗ്ലൂർ പോകാൻ പറ്റാതെ എൻ്റെ മകൾ ബാംഗ്ലൂരാണുള്ളത്. അവിടെ പോകണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ നടക്കാത്തൊരു സ്ഥിതി വന്നു. അത് പോകട്ടെ. ഏതായാലും ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ബോംബെയെക്കുറിച്ചും കാസർഗോഡിനെക്കുറിച്ചൊക്കെ ധാരാളം പറയണമെന്നുണ്ടായിരുന്നു. 2 മിനിറ്റ് സമയമായതുകൊണ്ട് ഞങ്ങളെല്ലാം കട്ട് ചെയ്തു എൻ്റെ പ്രസംഗത്തിൽ നിന്ന്. അതുകൊണ്ട് ഏതായാലും ഞാൻ അധിക കാര്യങ്ങളൊന്നും നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കും.